ഞാൻ എന്നാലും ഇങ്ങനെ വീട്ടിൽ നിന്ന് ആലോചിച്ചപ്പോഴേ നമ്മൾ പ്രോപ്പർട്ടി വീഡിയോസ് ചെയ്യുമ്പം ഐ യൂസ് ടേംസ് ലൈക്ക് ADR, ഒക്കുപ്പൻസി റേറ്റ്, ഡൈനാമിക് പ്രൈസിങ്, അങ്ങനെ പല കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്യുന്നു. സോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഗെറ്റ്സ് കൺഫ്യൂസ്ഡ് വിത്ത് ദിസ് ടേംസ്. ഞാൻ ഇന്നലെ ഇരുന്ന് ഇതൊക്കെ എഴുതിയിട്ട് ഐ ഹാഡ് സം വർക്ക് ടുഡേ. സോ എന്തായാലും ഐ എം ഗോയിങ് ടു ടേക്ക് യു ഗൈസ് ഔട്ട് വിത്ത് മീ വൈൽ എക്സ്പ്ലെയിനിങ് ഇറ്റ് ടു യു വാട്ട് ദിസ് ടേംസ് ആക്ച്വലി മീൻസ്. സോ ലെറ്റ്സ് ഗോ. സോ ഞാൻ ഈ പറഞ്ഞ നമ്മൾ ചെയ്യുന്ന ബിസിനസ് ടേംസ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഫസ്റ്റ് വി നീഡ് ടു നോ വാട്ട് ഇസ് റെൻറ്റ് ടു റെൻറ്റ്. റെൻറ്റ് ടു റെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ UK ഒരു പ്രോപ്പർട്ടി ഒരു ലാൻഡ് ലോഡ് അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് അടുത്ത് നിന്ന് ലീഗലി എടുത്ത് അത് സബ്ലെറ്റ് ചെയ്യും. വിച്ച് മീൻസ് വി ടേക്ക് ദ പ്രോപ്പർട്ടി ആസ് എ കമ്പനി, നമ്മളെ പേരിലല്ല കമ്പനിയുടെ പേരിൽ എടുത്തിട്ട് നമ്മളത് ലീഗലി സബ്ലെറ്റ് ചെയ്യും. വിച്ച് മീൻസ് നമുക്കൊന്നെങ്കിൽ അത് SA ആയിട്ടോ, SA എന്താണെന്ന് ഞാൻ ഉടനെ പറയും, HMO ആയിട്ടോ അതും ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആ പ്രോപ്പർട്ടിയിൽ ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ അകത്ത് നമ്മൾ വേറെ ടെനൻസിന് ഇടും. ടെനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇപ്പോൾ നിൽക്കുന്ന വീട്ടിൽ ഹൗവർ യു ഗൈസ് ആർ സ്റ്റേയിങ് ദർ, അതേമാതിരി നമ്മൾ ഓരോ ആൾക്കാരെ നോക്കിയിട്ട് ആ പ്രോപ്പർട്ടിയിലോട്ട് നമ്മൾ അവരെ റെൻ്റ് ഔട്ട് ചെയ്ത് അവർ താമസിക്കാൻ തുടങ്ങും. സോ ദാറ്റ്സ് വാട്ട് റെൻറ്റ് ടു റെൻറ്റ് ഇസ്. ഇനി കമ്പനി ലെറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മളിവിടെ ഒരു പ്രോപ്പർട്ടി സബ്ലെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കമ്പനി വേണം. നമുക്കൊരു ബിസിനസ്സാണ് നമ്മൾ റൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി വി നീഡ് എ കമ്പനി ഹിയർ. അപ്പോൾ കമ്പനി ലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലാൻഡ് ലോഡിൽ പോയി നമ്മളുടെ പേരിൽ കോൺട്രാക്ട് എഴുതുന്നതിന് പകരം നമ്മളൊരു കമ്പനി ലെറ്റ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്ന സാധനം കീപ്പ് ചെയ്യും. വിച്ച് ഇസ് അതിനകത്ത് നമ്മളെ കമ്പനിയുടെ പേരും ലാൻഡ് ലോഡിൻ്റെ പേരും ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ആ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ദാറ്റ് ലാൻഡ് ലോഡ് ഇസ് ഓക്കെ ഫോർ അസ് ടു ലീഗലി സബ്ലെറ്റ് ദ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ ഇല്ലീഗലായിട്ട് ഒരു പരിപാടിയല്ല ചെയ്യുന്നത്. അതാണ് കമ്പനി ലെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. കമ്പനി ലെറ്റ് കോൺട്രാക്ട്, അങ്ങനെ കുറേ കോൺട്രാക്ട്സും കാര്യങ്ങളും ഉണ്ട്. ഇനി AST എന്താണെന്ന് ഞാൻ പറഞ്ഞത്, അതായത് നമ്മൾ എല്ലാവരും ഇപ്പോൾ താമസിക്കുന്നത്, അതായത് നിങ്ങളാണെങ്കിലും ഇപ്പോൾ താമസിക്കുന്ന പ്രോപ്പർട്ടിയിൽ ലാൻഡിലുള്ള ഏജൻറ്റ് നിങ്ങൾക്ക് തന്നേക്കുന്ന കോൺട്രാക്ട് AST കോൺട്രാക്റ്റാണ്. അതായത് അഷ്വർഡ് ഷോർട്ട് ഹോൾഡ് ടെനൻസി എന്ന് പറയും. അതായത് നമുക്ക് ലീഗലി ആ പ്രോപ്പർട്ടി ആ കോൺട്രാക്ട് ബേസിസിൽ നിങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങൾക്ക് ലീഗലി സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അൺലെസ് ആൻഡ് അൺടിൽ ദ ലാൻഡ് ലോഡ് അഗ്രീസ്. അതേമാതിരി നമുക്ക് ആ പ്രോപ്പർട്ടിയിൽ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ ടെനൻ്റാണ്. ടെനൻറ്റ് ആ കാര്യം വരുമ്പോഴത്തേക്കും ഉള്ള കൺസേൺ എന്ന് പറഞ്ഞാൽ കമ്പനി ലെറ്റും ASTയും തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടിയുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് കമ്പനി ലെറ്റ് അഗ്രിമെൻ്റ് ആകുമ്പോഴത്തേക്കും ആസ് എ കമ്പനി നമ്മൾ ലയബിൾ ആണ് ടു പേ ദ റെൻറ്റ് ടു ദ ലാൻഡ് ലോഡ്സ്. നമ്മൾ ലാൻഡ് ലോഡിന് റെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ലാൻഡ് ലോഡിന് നമ്മളെ ഈസി ആയിട്ട് മൂവ് ഔട്ട് ചെയ്യാം. കാരണം നമുക്ക് ടെനൻസി റൈറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല. AST കോൺട്രാക്ട് വരുമ്പോഴത്തേക്കും ടെനൻസി റൈറ്റ് എന്ന് പറയുന്ന സാധനം അവർക്കുണ്ട്. അതായത് നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിങ്ങൾക്ക് ടെനൻസി റൈറ്റ് ഉണ്ടാവും. സോ ഈവൻ ലെറ്റ്സ് സേ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു പോയി, നിങ്ങൾക്ക് റെൻറ്റ് അടയ്ക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആവുകയാണെങ്കിൽ ദ ലാൻഡ് ലോഡ് കാണ്ട് ആക്ച്വലി വന്ന് ഉടൻ തന്നെ നിങ്ങൾ പുറത്തോട്ട് ഇറക്കി വിടാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് ടെനൻസി റൈറ്റ്സ് ഉണ്ട്. ആസ് എ കമ്പനി യു ഡോണ്ട് ഹാവ് ദാറ്റ്. ഈ പറയുന്ന ഒരു കാര്യം വൺ ഓഫ് ദ ബിഗ് അഡ്വാൻറ്റേജസ് ആണ്. ആസ് എ കമ്പനി നിങ്ങളൊരു പ്രോപ്പർട്ടി ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കാര്യം ലാൻഡ് ലോഡിൻ്റെ അടുത്തൊക്കെ പറയാൻ പറ്റും. കാരണം ലാൻഡ് ലോഡിന് അതൊരു ഫ്ലെക്സിബിലിറ്റിയാണ്. ലാൻഡ് ലോഡിന് അതൊരു സമാധാനവും റിലീഫും ആയിരിക്കും. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയേ, ഒരു ടെനൻറ്റ് പൈസ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ലോഡിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ലീഗലി പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോകും. പിന്നെ അതിന് കുറേ കേസും അതും ഇതൊക്കെ ആവും. വെൻ ഇറ്റ് ഈസ് എ കമ്പനി ഹീ ക്യാൻ ലിറ്ററലി കം ആൻഡ് ആസ്ക് അസ് ടു ലീവ്. ഒരു മാസത്തെ നോട്ടീസ് തരാം, നമ്മൾ പോവാം, മാറിയേ കൊടുത്തേ പറ്റൂ. കാരണം അതായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കമ്പനി ലെറ്റ് അഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. നമ്മളും ലാൻഡ് ലോഡും തമ്മിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു അഗ്രിമെൻ്റ് ആണ്. ആൻഡ് if we don't pay the rent, that is a breach in the contract. As soon as we make a breach in the contract, that means ആ അഗ്രിമെൻറ്റ് നമുക്ക് ബ്രേക്ക് ആയി പോകും. ഇനി ഇതിനകത്ത് ബ്രേക്ക് ക്ലോസ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതായത് അത് ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. ഇഫ് യുവർ ബ്രേക്ക് ക്ലോസ് ആർ നോട്ട് സെറ്റ് റൈറ്റ്. അതിനാണ് നമ്മൾ ഒരു അഗ്രിമെൻറ്റ് കീപ്പ് ചെയ്യുമ്പം പ്രോപ്പറായിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സോളിസിറ്ററിനെ വെച്ചിട്ട് വേണം ഒരു കോൺട്രാക്ട് മേക്ക് ചെയ്യാൻ എന്ന് പറയുന്നത്. നമുക്ക് ChatGPT, ക്ലൗഡ്, അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ ഉണ്ട്. ഈവൻ ദെൻ ഇപ്പോൾ ഉള്ള പുതിയ നിയമമാറ്റങ്ങളും റൂൾ ചേഞ്ചുകളൊന്നും ഈ ക്ലൗഡ് അപ്ഡേറ്റഡ് ആയിരിക്കില്ല. ബട്ട് solicitor will be. So always take advice from a solicitor when you are doing an agreement. കാരണം ആ ക്ലോസ് വെച്ചിട്ടില്ലെങ്കിൽ, ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ക്ലോസ് വെക്കാൻ വിട്ടുപോയി. ബ്രേക്ക് ക്ലോസ് എന്ന് പറഞ്ഞാൽ മേ ബി നമ്മളൊരു ഫസ്റ്റ് 6 months ആയിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് 1 month ആയിരിക്കും. ഒരു മാസം നമ്മൾ ബിസിനസ് റൺ ചെയ്തിട്ട് നമുക്ക് തോന്നുകയാണ് ഓക്കെ ഈ ബിസിനസ് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഉദ്ദേശിച്ച മാതിരത്തെ നമ്പേഴ്സ് നമുക്ക് ചെയ്ത് നോക്കിയത് നമുക്ക് തെറ്റിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച മാതിരത്തെ ബിസിനസ് വരുന്നില്ല. ബിക്കോസ് ഓഫ് ദിസ് ബ്രേക്ക് ക്ലോസ് വി ആർ നോട്ട് ലയബിൾ. അതായത് നമുക്ക് എപ്പോൾ വേണോ മൂവ് ഔട്ട് ചെയ്യാം ആ കോൺട്രാക്റ്റിൽ നിന്ന്. ഒരു മാസമാണെങ്കിൽ ഒരു മാസം, 6 മാസമാണെങ്കിൽ 6 മാസം. അത് നിങ്ങൾ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യു സ്പീക്ക് വിത്ത് ദ ലാൻഡ് ലോഡ് ഓർ എൻ ഏജൻറ്റ് ആ ഒരു അഗ്രിമെൻറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും അത് കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്യുക.
കാരണം യൂഷ്വലി ആസ് എ കമ്പനി നിങ്ങളൊരു പ്രോപ്പർട്ടി എടുക്കുമ്പോൾ നമ്മൾ മിനിമം ഒരു 3 years എന്തായാലും കോൺട്രാക്ട് കീപ്പ് ചെയ്യും. കാരണം എപ്പോഴാണ് നമുക്ക് ഒരു പ്രോഫിറ്റബിൾ, അത്രയും നല്ല രീതിക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് മാറുക ആ പ്രോപ്പർട്ടി. ഒരു വർഷമൊക്കെ ആണെങ്കിൽ നമുക്ക് ശരിയാവത്തില്ല. നോർമൽ AST കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ 6 മാസം തൊട്ട് 1 year. ഇപ്പം പിന്നെ പുതിയ റൂളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഈവൻ 2 months എന്നുള്ള രീതിയിൽ ടെനൻസിന് വന്ന് കയറി പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ റൂള് വിച്ച് ഇസ് റെന്റേഴ്സ് റൈറ്റ് എന്നാണ് അതിന് പറയുന്നത്. സോ അത് വന്നതിന് ശേഷം ഒരു ടെനന്റിന് 2 മാസത്തെ നോട്ടീസ് എന്ന് ദേ ക്യാൻ ജസ്റ്റ് മൂവ് ഔട്ട്. ഒരു വർഷം കോൺട്രാക്ട് ഉണ്ടെങ്കിലും അവരെ എഫക്ട് ചെയ്യത്തില്ല. അവർക്ക് വേണമെങ്കിൽ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. വി കാൻ ഡു എനിത്തിങ്. നമുക്ക് അവരെ പിടിച്ച് നിർത്താൻ പറ്റത്തില്ല. ഇത് സെക്കൻഡ് റീസൺ ആണ്. സെക്കൻഡ് റീസൺ വൈ പ്രോപ്പർട്ടി, അതായത് ലാൻഡ് ലോഡിൻ്റെ അടുത്തും അല്ലെങ്കിൽ ഏജന്റ് അടുത്തും അവർ പ്രോപ്പർട്ടി ഒരു കമ്പനിക്ക് തരാനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം. ഇനി ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടി ഞാൻ ചേർക്കാം. കുറേ പേര് എൻ്റെ അടുത്ത് ഈ ഒരു സംഭവം ഞാൻ പറയുമ്പോഴത്തേക്കും പറയും, ബ്രോ അങ്ങനെ ആകുമ്പോൾ ആസ് എ കമ്പനി നമുക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് പറയും. നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നമ്മളൊരു പ്രോപ്പറായിട്ട് ഒരു പ്രോപ്പർട്ടിയിൽ ഒരു ടെനന്റ് അല്ലെങ്കിൽ ഒരു ഗസ്റ്റിനെ കയറ്റുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ സ്റ്റേ. അവിടെ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവരത് നിന്ന് പൊയ്ക്കോളും. ദാറ്റ്സ് വാട്ട് എവരി വൺ വാണ്ട്സ്. സോ ദ മെയിൻ ഗോൾ ഇസ് ടു മേക്കിംഗ് ഷുവർ അവർ സാറ്റിസ്ഫൈഡ് ആണോ, ആ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ആ പ്രോപ്പർട്ടിയിൽ ചെയ്തു കൊടുക്കുക. ദെൻ അതൊരു റിസ്ക് അല്ലേ, കാര്യങ്ങളല്ലേ, സെർട്ടനിറ്റി ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഇസ് സെക്കൻഡ്. ഫസ്റ്റ് തിങ് ഇസ് ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഒരു അടിസ്ഥാനം നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഫൗണ്ടേഷൻ ഉണ്ടാക്കി വെച്ചാൽ മാത്രമാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഈ പ്രോപ്പർട്ടിയിൽ ആൾക്കാർ കയറി കഴിഞ്ഞാൽ നിന്ന് പോകുമോ ഇല്ലയോ എന്നുള്ള. ഫൗണ്ടേഷൻ ഇല്ലാതെ നമ്മൾ ബ്രോ റിസ്ക് അല്ലേ, സെർട്ടനിറ്റി ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യുക, എന്നിട്ട് ദെൻ വാട്ട് എവർ കംസ് അക്കോർഡിംഗ്ലി ബേസ്ഡ് ഓൺ സിറ്റുവേഷൻ യു ഹാവ് ടു ചേഞ്ച്. ഇത് ഏതൊരു സ്ട്രാറ്റജി ആണെങ്കിലും, SA ആണെങ്കിലും ശരി, HMO ആണെങ്കിലും ശരി, വാട്ട് എവർ സ്ട്രാറ്റജി യു ആർ ഡൂയിങ്, ദിസ് ഇസ് എ ബേസിക് കോമൺ സെൻസ്. അതായത് നിങ്ങൾ ആ പ്രോപ്പർട്ടി എടുക്കുമ്പോൾ ആർ യു ഗോയിങ് ടു സ്റ്റേ ഇൻ ദാറ്റ് പ്രോപ്പർട്ടി? നിങ്ങൾ ആസ് എ ഗസ്റ്റ് നിങ്ങൾ ആ പ്രോപ്പർട്ടിയിൽ ആ പൈസ കൊടുത്തിട്ട് നിങ്ങൾ അവിടെ നിൽക്കുമോ, അല്ലെങ്കിൽ ആസ് എ ടെനന്റ് നിങ്ങൾ ആ പൈസ കൊടുത്ത് നിങ്ങൾ അവിടെ നിൽക്കുമോ? അതാണ് മെയിൻ ബേസിക് ഒരു ചോദ്യം. ഇഫ് ദ ആൻസർ ഈസ് യെസ്, ബാക്കിയുള്ളവരും ഓക്കെ ആയിരിക്കും. ഇനി എന്താണ് SA HMO എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് ഐ എം സെയിങ് SA ആൻഡ് HMO. SA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് അക്കോമഡേഷൻ. അതായത് Airbnb എന്നൊക്കെ ഷോർട്ട് ഫോമിൽ പെട്ടെന്ന് ഞാൻ Airbnb ആണ് ചെയ്യുന്നതെന്ന് പറയുന്നത് സർവീസ് അക്കോമഡേഷൻ ആണ് ആക്ച്വലി അവർ ചെയ്യുന്നത്. വിച്ച് ഇസ് എല്ലാ എക്വിപ്മെന്റ് ആ ഒരു പ്രോപ്പർട്ടിയിൽ കാണും. ദാറ്റ് ഈസ് ഫ്രം യുട്ടൻസിൽസ്, പ്ലേറ്റ്, വാഷിംഗ് മെഷീൻ, എല്ലാ സാധനങ്ങളും എന്തൊക്കെ ഒരു വീട്ടിൽ ഉണ്ടാവണോ അതെല്ലാം ആ പ്രോപ്പർട്ടിയിൽ പ്രൊവൈഡ് ആയിരിക്കും, ഇൻക്ലൂഡിംഗ് ലിനൻ, ടവൽസ്, കാര്യങ്ങളെല്ലാം. ഇറ്റ്സ് ലൈക്ക് എ സർവീസ്. സോ ഗസ്റ്റുകളാണ് ആ പ്രോപ്പർട്ടിയിൽ വരാം, നോട്ട് എ ടെനന്റ്. അപ്പം ആ പ്രോപ്പർട്ടിയിൽ പെർ നൈറ്റ് ബേസിസ്, അതായത് ഒരു ഹോട്ടൽ സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഹോട്ടൽസ് നോർമലി ഒരു റൂമാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇൻക്ലൂഡിംഗ് കിച്ചൺ പ്ലസ് യുട്ടൻസിൽസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും. യു ക്യാൻ കുക്ക് ഓൾ ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റഫ്. അതാണ് Airbnb എന്നുള്ള രീതിയിൽ സർവീസ് അക്കോമഡേഷൻ നമ്മൾ പറയുന്നത്. സോ HMO എന്ന് പറയുമ്പോൾ ഹൗസ് ഇൻ മൾട്ടിപ്പിൾ ഒക്കുപ്പൻസി. അതായത് ഒരു വലിയ വീട്, ഇപ്പോൾ let's say 5 bed or 6 bed, എന്നിട്ട് ഈ ഒരു 6 ബെഡുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ റൂം വൈസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യും. സോ മേ ബി ഓരോ കൗൺസിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇത് അഗെയിൻ ചില കൗൺസിൽ മോർ ദാൻ 3, ചില കൗൺസിൽ മോർ ദാൻ 5, ഡിപ്പെൻഡിങ് ഓൺ മോർ ദാൻ 5 ഡിഫറെന്റ് ഹൗസ് ഹോൾഡ് പീപ്പിൾ. അതായത് 3-3-ലധികം ഡിഫറെന്റ് ഹൗസ് ഹോൾഡ് പീപ്പിൾ, അല്ലെങ്കിൽ 5-5-ലധികം ആൾക്കാർ താമസിക്കുന്ന ഒരു വീട്ടിൽ HMO പ്രോപ്പർട്ടി എന്ന് പറയും. അതിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ലൈസൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്, വിച്ച് ഇസ് കോൾഡ് HMO ലൈസൻസ്. എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിഫറെന്റ് ഹൗസ് ഹോൾഡുള്ള ഫാമിലി ആണെങ്കിൽ സെലക്റ്റീവ് ലൈസൻസ് പറയും. നിങ്ങൾക്ക് സെലക്റ്റീവ് ലൈസൻസ് ഉള്ള പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് മേ ബി ഇപ്പം 10 പേര് വരുന്ന ഫാമിലി അടങ്ങുന്ന ഒരാളെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. സെലക്റ്റീവ് ലൈസൻസ് അത് ഡിപ്പെൻഡിങ് ഓൺ അഗെയിൻ കൗൺസിലിൽ തന്നെ ചെക്ക് ചെയ്യണം. ആ ലൈസൻസിൻ്റെ അകത്ത് എത്ര പേര് ആസ് എ ഫാമിലി നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അത് ചെക്ക് ചെയ്യണം. ഈ HMO ലൈസൻസ് കിട്ടണമെങ്കിലും അഗെയിൻ ദേർ സ്പെസിഫിക്കേഷൻ. അതായത് ഇപ്പം ഒരു ബെഡ്റൂമിന് ഇത്ര ഡയമെൻഷനും കാര്യങ്ങളും സ്ക്വയർ ഫീറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്യണം. അതേമാതിരി ഇത്ര ബെഡ്റൂമുള്ള വീട്ടിന് ഇത്ര കിച്ചൺ വേണം, ഇത്ര ഹോബ് വേണം, ഇത്ര ബാത്റൂം വേണം, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ട്. അത് ഡിപ്പെൻഡിങ് ഓൺ കൗൺസിൽ ഡിഫറെൻറ്റ് കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങൾ എവിടെയാണോ എടുക്കുന്നത് ആ ലോക്കൽ കൗൺസിലിൽ ആ ഓൺലൈൻ വെബ്സൈറ്റിൽ കയറി തന്നെ നിങ്ങൾക്കൊക്കെ ചെക്ക് ചെയ്യാം. ഇതുകൂടാതെ നമുക്ക് മാനേജ്മെൻറ്റ് അഗ്രിമെൻറ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് കമ്പനി ലെറ്റ് അഗ്രിമെൻറ്റും AST കോൺട്രാക്റ്റിനെ പറ്റിയും പറഞ്ഞു. കമ്പനി ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാരണ്ടീഡ് ആയിട്ട് റെൻറ്റ് കൊടുക്കുന്നുണ്ട്, വിച്ച് മീൻസ് ഈവൻ ഇഫ് ദ പ്രോപ്പർട്ടി ഈസ് നോട്ട് റെൻറ്റഡ് ഔട്ട്, അതായത് നമുക്ക് ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ ഒരു മാസം എൻഡ് ആകുമ്പോഴത്തേക്കും ആ ഒരു ലാൻഡ് ലോഡിന് നമ്മൾ പൈസ കൊടുക്കണം. വാട്ട് എവർ ദ റെൻറ്റ്സ്, അത് നമ്മൾ ലയബിളാണ്. അതാണ് കമ്പനി ലെറ്റ് അഗ്രിമെൻറ്റിൽ ഗ്യാരണ്ടീഡ് റെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ മാനേജ്മെൻറ്റ് കോൺട്രാക്ട് ഓർ മാനേജ്മെൻറ്റ് അഗ്രിമെൻറ്റ് വരുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ബേസിക്കലി നമ്മൾ ആ പ്രോപ്പർട്ടി ആ ലാൻഡ് ലോഡിന് വേണ്ടി മാനേജ് ചെയ്യുന്നു. അതിൽ വരുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ഏറ്റെടുക്കില്ല. അതായത് അതിൽ വരുന്ന റീഫർബിഷ്മെൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ ബൾബ് പൊട്ടിയാലും ശരി, വി ഡോണ്ട് ടേക്ക് ദ ബ്ലെയിം. നമ്മൾ ആ എക്സ്പെൻസ് കവർ ചെയ്യത്തുമില്ല. ആൻഡ് വി ആർ നോട്ട് ലയബിൾ ടു പേ റെൻറ്റ് എയ്തർ. അപ്പം ഇനിഷ്യലി നിങ്ങൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്ന ഒരാൾക്ക് മാനേജ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. സോ യു ഡോണ്ട് ഹാവ് ടു റിസ്ക് കുറവാണ് ഈ ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഓർ മാനേജ്മെന്റ് ചെയ്യാനായിട്ട്. നിങ്ങൾ ആകെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സേ ഒരു റെന്റ് 1000 പൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ആ പ്രോപ്പർട്ടി മാനേജ് ചെയ്ത് കൊടുക്കും. അതായത് ടെനൻസിനെ കയറ്റി കൊടുക്കും. ആ ടെനൻസിന്റെ റെന്റ് പ്രോപ്പർ ടൈമിന് കളക്ട് ചെയ്യും. എന്തെങ്കിലും ഇഷ്യൂസ് ഓർ കൺസേൺസ് ആർ ദേർ ഇൻ ദ പ്രോപ്പർട്ടി, യു ലെറ്റ് ദ ലാൻഡ് ലോഡ് നോ അബൌട്ട് ഇറ്റ്. ബേസ്ഡ് ഓൺ ദ ലാൻഡ് ലോഡ്സ് അഡ്വൈസ് യു വിൽ ടേക്ക് ആക്ഷൻസ് ഇൻ ദ പ്രോപ്പർട്ടി. അതിന്റെ എക്സ്പെൻസ് എല്ലാം കവർ ചെയ്യുന്ന ലാൻഡ് ലോഡ് ആയിരിക്കും. ദ ഓൺലി തിങ് യു ടേക്ക് ഇസ് എ പെർസെന്റേജ് ഫ്രം ദ റെന്റ്.
നോർമലി 10-15% ഓഫ് ദ റെന്റ് ആണ് മാനേജ്മെന്റ് ഫീ ആയിട്ട് മാനേജ്മെന്റ് ചെയ്യുന്ന കമ്പനീസ്. ഇവിടെ ഉള്ള മിക്ക എസ്റ്റേറ്റ് ഏജൻസിയും ചെയ്യുന്ന ഒരു പണി മാനേജ്മെന്റ് ആണ്. ചില ഏജൻസീസ് ഗ്യാരണ്ടീഡ് റെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്യാരണ്ടീഡ് റെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് കോൾഡ് റെന്റ് ടു റെന്റ് എന്നുള്ള രീതിയിലോട്ട് മാറും. മറ്റത് റെന്റ് ടു റെന്റ് അല്ല, മാനേജ്മെന്റ് ആണ്. സോ ഇനി ആ സർവീസ് അക്കോമഡേഷനിൽ നമുക്ക് കുറേ ടേംസ് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ADR, OTA, ഇതൊക്കെ എന്താ ഞാൻ പറഞ്ഞുതരാം. സോ ADR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഡെയിലി റേറ്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ സർവീസ് അക്കോമഡേഷൻ ചെയ്യുമ്പം നൈറ്റ്ലി പ്രൈസ് ആയിരിക്കും. ഓരോ നൈറ്റിനും ഓരോ പ്രൈസാണ്. സോ ആവറേജ് ഡെയിലി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൊക്കാലിറ്റിയിൽ നിങ്ങൾ എവിടെയാണോ പ്രോപ്പർട്ടി നോക്കുന്നത് ആ ഒരു ലൊക്കാലിറ്റിയിൽ ഇപ്പം മേ ബി ഒരു 2 bedroom ആയിരിക്കാം, 1 bedroom ആയിരിക്കാം, വാട്ട് എവർ ദ പ്രോപ്പർട്ടി സ്പെക്കറ്റസ്, ആ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ട് Airbnb ആണെങ്കിലും Booking.com നിയർ ബൈ ഹോട്ടൽസ് ആണെങ്കിലും നിങ്ങളുടെ എന്തൊക്കെയാണോ നിങ്ങളുടെ സ്പെസിഫിക്കേഷൻ ഓഫ് ദ പ്രോപ്പർട്ടി അതേ സിമിലർ പ്രോപ്പർട്ടി കണ്ടുപിടിക്കുക. ആൻഡ് ഒരു 10-15 പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 15 പ്രോപ്പർട്ടിയുടെ ഓരോ നൈറ്റിൽ എന്ത് പ്രൈസാണോ അവർ ഇട്ടേക്കുന്നത് അതിൻ്റെ ഒരു ആവറേജ് എടുക്കുക. ആ ആവറേജ് ആണ് ആ ഒരു ലൊക്കാലിറ്റിയിൽ നിങ്ങൾക്ക് വരുന്ന ആവറേജ് ഡെയിലി റേറ്റ്, ഒരു നൈറ്റ് ചാർജ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ്. മനസ്സിലായോ? അതാണ് ADR. പിന്നെ OTA എന്ന് പറയുന്നത് ഓൺലൈൻ ട്രാവൽ ഏജൻസി. അതായത് Airbnb, Booking.com, Vrbo, ഇങ്ങനെ പല പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതെല്ലാം ഓൺലൈൻ ട്രാവൽ ഏജൻസീസ് ആണ്. സോ ഇവർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ട് ഈ വരുന്ന ട്രാവലേഴ്സിന് നോർമലി നിങ്ങളൊക്കെ Airbnb, Booking.com ഒക്കെ യൂസ് ചെയ്തതാണെന്നാണ് എൻ്റെ വിശ്വാസം. സോ ദാറ്റ്സ് വാട്ട് ദേ ഡു. അതിനാണ് OTA എന്ന് പറയുന്നത്. ഇനി ചാനൽ മാനേജർ എന്ന് പറയുന്നത് എന്താ ഞാൻ പറഞ്ഞത്? ചാനൽ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്ലിസ്റ്റിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. അപ്ലിസ്റ്റിംഗ് ഈ പ്ലാറ്റ്ഫോം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയൊക്കെ നിങ്ങളുടെ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് Airbnb ആയിക്കോട്ടെ, Booking.com ആയിക്കോട്ടെ, Vrbo ആയിക്കോട്ടെ, ഇങ്ങനത്തെ എല്ലാ ലിസ്റ്റിങ്ങിൻ്റെയും കലണ്ടർ ഒരുമിച്ച് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഒരു ബുക്കിംഗ് വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. അതായത് ബിഫോർ, പ്രീ അറൈവൽ ചെക്ക് ഇൻ റിക്വയർമെന്റ്സ് എന്നാണ് പറയുന്നത്, ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ്. അപ്പം നമുക്ക് സെൽഫ് ചെക്ക് ഇൻ ആണ്. നമ്മളെ Airbnb പ്രോപ്പർട്ടീസ് എല്ലാം സെൽഫ് ചെക്ക് ഇൻ ആയിരിക്കും. അതായത് നമ്മൾ ഇപ്പോൾ നോർമൽ ഹോട്ടൽസ് എന്ന് പറഞ്ഞാൽ ചെല്ലുമ്പോൾ ലോബി ഉണ്ടാവും, അവിടെ ആൾക്കാരുണ്ടാവും. Airbnbക്ക് അതൊന്നുമില്ല. അവർ വന്ന് നമ്മളൊന്നേ ലോക്ക് ബോക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കീ കോഡ് ഉണ്ടല്ലോ, ഈ ലോക്ക് ഹാൻഡിൽ തന്നെ ഇലക്ട്രിക്കൽ സാധനം വരുന്നത്, അതായിരിക്കും. നോട്ട് ഡയറക്റ്റ് ഒരാളായിട്ടല്ല നമ്മൾ കോൺവെർസേഷൻ ചെയ്യുക. അപ്പം ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ ഈ ആൾക്കാരെ കാണുന്നത് പോലും ഇല്ല. സോ ഹൗ വിൽ വി ട്രസ്റ്റ് ദാറ്റ് പേഴ്സൺ ഇൻ ദാറ്റ് പ്രോപ്പർട്ടി? നമ്മളെ പ്രോപ്പർട്ടി ഇല്ല, നമ്മൾ അത്രയും ഇൻവെസ്റ്റ്മെന്റ് ഇറക്കി, അല്ലെങ്കിൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നല്ല രീതിക്ക് അടിപൊളിയാക്കിയ പ്രോപ്പർട്ടിയിൽ ആരെങ്കിലും വന്ന് കയറി ഫുൾ നാശമാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് നമ്മൾ 3 കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, നമ്മൾ അവരെ ID വാങ്ങും. അതേമാതിരി നമ്മളൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചാർജ് ചെയ്യും. ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ അക്കൗണ്ടിൽ നിന്ന് പ്രീ ഓത്തറൈസ് ചെയ്യും. അതായത് അവർ അക്കൗണ്ടിൽ തന്നെ നെഗറ്റീവായി കിടക്കും, അവർ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യത്തില്ല. അതേമാതിരി 3ാമത്തെ കാര്യം, നമ്മളൊരു റെന്റൽ അഗ്രിമെന്റ് അവരുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങും. അവർ ഗസ്റ്റാണ്, ഈവൻ ദെൻ നമ്മളൊരു റെന്റൽ അഗ്രിമെന്റ് ഒപ്പിട്ട് വാങ്ങും. ഇതിൽ ആദ്യത്തത് ID വെരിഫിക്കേഷൻ. ഈ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി ചാനൽ മാനേജർ ത്രൂ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാം. ഞാൻ ഇനീഷ്യലി ഇതെല്ലാം വാട്സപ്പ് ത്രൂ ചെയ്യാൻ നിന്ന, ഞാൻ ചാനൽ മാനേജർ യൂസ് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വാട്സപ്പ് ത്രൂ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ഇറ്റ് ബിക്കെയിം ലൈക്ക് സ്കെച്ചി. കാരണം വാട്സപ്പ് ത്രൂ ആരെടുത്തെങ്കിലും ഒരു ID ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതെന്തിനാ ID ചോദിക്കുന്ന, പേഴ്സണൽ ഡോക്യുമെന്റ് തരാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആകുമ്പോഴത്തേക്കും ദേ ട്രസ്റ്റ് us more. ദാറ്റ് വേ നമ്മളെ റിവ്യൂ നല്ലതാവും. അതുകൊണ്ട് എപ്പോഴും ഈവൻ ദോ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ഉള്ളെങ്കിൽ 20 പൗണ്ട് 30 പൗണ്ടൊക്കെ ഉള്ളൂ ഒരു ചാനൽ മാനേജർ എടുക്കാൻ. പല ടൈപ്പ് ഓഫ് ഉണ്ട്. അപ്ലിസ്റ്റിംഗ് ഉണ്ട്. അപ്ലിസ്റ്റിംഗ് ആണ് ഏറ്റവും ചീപ്പായിട്ടുള്ള എൻ്റെ അറിവിൽ. ദർ ഇസ് ഗസ്റ്റി, അതേമാതിരി പല ഹോസ്റ്റ് വേ, അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ഏതാണോ ഏറ്റവും നല്ലത് അത് നോക്കി എടുക്കാം. എടുത്തിട്ട് അത് യൂസ് ചെയ്യാൻ തുടങ്ങുക. എന്നിട്ട് ഈ 3 കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം. ID, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, റെന്റൽ അഗ്രിമെന്റ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഞാൻ പറഞ്ഞ മാതിരി അവർ പ്രോപ്പർട്ടി കയറുന്നതിൻ്റെ മുമ്പായിട്ടായിരിക്കും ഇത് പ്രീ ഓത്തറൈസ് ചെയ്യുക. ആൻഡ് വെൻ ദ ഗസ്റ്റ് ലീവ്സ് നമ്മളുടെ ക്ലീനേഴ്സ് പോയി ഇൻസ്പെക്ട് ചെയ്യും. ഈ ക്ലീനേഴ്സ് വന്ന് ഇൻസ്പെക്ട് ചെയ്ത് പ്രോപ്പർട്ടിയിലെല്ലാം ഓക്കെയാണ്, ഡാമേജ് ഒന്നും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അൺടിൽ നമ്മളത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമ്മൾ അക്കൗണ്ടിലോട്ട് കയറും. ഇല്ലെങ്കിൽ അത് തനിയെ തന്നെ ക്യാൻസലായി അവർ അക്കൗണ്ടിലോട്ട് തിരിച്ച് കയറും. ഓൾസോ ചാനൽ മാനേജർ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം തന്നെ ഡബിൾ ബുക്കിംഗ് വരും. കാരണം നിങ്ങൾക്ക് ലെറ്റ്സ് Airbnb ഒരു ബുക്കിംഗ് വന്നു, ആൻഡ് അതേ സെയിം ഡേറ്റിൽ Booking.com ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ 2 ഗസ്റ്റും കൂടി ഒരൊറ്റ പ്രോപ്പർട്ടി നിൽക്കാൻ പറ്റില്ല. സോ ഇങ്ങനത്തെ ഉള്ള ഇഷ്യൂസ് ചാനൽ മാനേജർ ആകുമ്പോഴത്തേക്കും Airbnb ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കലണ്ടർ ബ്ലോക്ക് ആവും. സോ Booking.com Vrbo വേറെ ഒരു OTA പ്ലാറ്റ്ഫോമിൽ നിന്നും ബുക്കിംഗ് വരത്തില്ല ആ പറയുന്ന സെറ്റ് ഡേറ്റിൽ. സോ ദാറ്റ്സ് വൈ ഈ പറയുന്ന ചാനൽ മാനേജർ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ടു സിസ്റ്റമൈസ് ആൻഡ് മേക്ക് ഇറ്റ് ഈസിയർ ഫോർ യു. ഇനി നമുക്ക് ഡൈനാമിക് പ്രൈസിംഗ് എന്ന് പറയുന്ന ടൂളുണ്ട്. അത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൈസ് ലാബ്സ് ആണ്. അത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നിയർ ബൈ ലൊക്കേഷനിലെ ഡിമാൻഡും അതേമാതിരി ആവറേജ് ഒരു നൈറ്റ്ലി പ്രൈസ് ഒക്കെ വെച്ചിട്ട് അവരൊരു റെക്കമെൻഡേഷൻ തരും. അപ്പം നിങ്ങൾക്ക് ആ പ്രൈസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ബേസ്ഡ് ഓൺ ഡിമാൻഡ് അത് തന്നെ പ്രൈസ് ഹൈക്കും ചെയ്യും, പ്രൈസ് ഡ്രോപ്പും ചെയ്യും. നിങ്ങൾക്ക് ഇതിനകത്ത് ബേസ് പ്രൈസും മിനിമം പ്രൈസും സെറ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ പ്രോപ്പർട്ടി മിനിമം ഈ പ്രൈസിന് താഴോട്ട് ഒരിക്കലും പോരുത്. അപ്പം ലോവസ്റ്റ് ഡിമാൻഡ് ഉള്ള സമയത്ത് ഏറ്റവും താഴെ പോകാൻ പറ്റുന്ന പ്രൈസ് നിങ്ങൾ അതിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കും. നിങ്ങൾക്ക് മാക്സിമം പ്രൈസ് വേണമെങ്കിലും സെറ്റ് ചെയ്യാം,
അതിൽ നിങ്ങൾക്ക് empty ആയിട്ട് ഒന്നും ചെയ്യാതെ ഇടാം. സോ നിങ്ങൾക്ക് മാക്സിമം ഡിമാൻഡ് വരുന്ന സമയത്ത് പ്രൈസ് അതിനനുസരിച്ച് അവർ തനിയെ ഹൈക്ക് ചെയ്തോളും. സോ യു ആർ നോട്ട് മിസ്സിംഗ് ഔട്ട് ഓൺ പ്രോഫിറ്റ്സ്. ഇനി സർവീസ് അക്കോമഡേഷൻ ചെയ്യുമ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ഫ്ലാറ്റോ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രോപ്പർട്ടി ആയിട്ട് പോയി വ്യൂ ചെയ്ത് എടുക്കാൻ നോക്കുന്നതെങ്കിൽ ആ ഒരു ഫ്ലാറ്റ് ലീസ് ഹോൾഡ് ആയിരിക്കും. ഒബ്വിയസ്ലി ആ ലീസ് ഹോൾഡിൽ സർവീസ് അക്കോമഡേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് എഴുതിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ എടുത്ത് നോക്കി വായിച്ച് ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ ഫ്രീ ഹോൾഡ്, ഇനി ഫ്രീ ഹോൾഡും ലീസ് ഹോൾഡും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഒരു പ്രോപ്പർട്ടി ഫ്രീ ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടീൻ്റെ ഓണറായിട്ട് വേറെ ആരുമില്ല. അതായത് ഫ്രീ ഹോൾഡിനാണ് മെയിൻ, അതായത് ഫുൾ ഓണർഷിപ്പ് ആ പുള്ളിയുടെ കയ്യിൽ. ചിലർ വന്നിട്ട് ആ ഫ്ലാറ്റ് ലീസിനെടുക്കും. സോ നൗ ദാറ്റ് ഇസ് എ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങളിൽ ഒരു പ്രോപ്പർട്ടി, നിങ്ങളാണ് ഒരു ഓണർ എന്ന് വിചാരിച്ചോ, ഫ്രീ ഹോൾഡ് ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. ഞാൻ നിങ്ങൾക്ക് വന്നിട്ട് പറയണം, ബ്രോ എനിക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 10 വർഷത്തേക്ക് ലീസ് തരണം. സോ നൗ ഐ ടുക്ക് യുവർ പ്രോപ്പർട്ടി അണ്ടർ ലീസ്. നൗ ഐ ആം ദ ലീസ് ഹോൾഡർ ഓഫ് യുവർ പ്രോപ്പർട്ടി ഫോർ ദ നെക്സ്റ്റ് 10 years. അപ്പം നിങ്ങൾ എനിക്കൊരു കോൺട്രാക്റ്റ് തന്നു കാണും. ആ കോൺട്രാക്റ്റിൽ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും സർവീസ് അക്കോമഡേഷൻ ചെയ്യാൻ പാടില്ല, ഷോർട്ട് ഹോൾ ചെയ്യാൻ പാടില്ല, ഇതിനകത്ത് ടെനൻറ്റ് പ്രോപ്പർ AST കോൺട്രാക്റ്റ് ആയിട്ടുള്ള ടെനൻസിനെ പാടുള്ളൂ, ഇങ്ങനത്തെ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും. ആ റൂൾ പ്രകാരമേ ആസ് എ ലീസ് ഹോൾഡർ ഐ ഷുഡ് ബി സബ്ലെറ്റിംഗ് ദ പ്രോപ്പർട്ടീസ്. അപ്പം ഞാൻ ഷോർട്ട് ഹോൾഡ് പറ്റത്തില്ല, അതായത് സർവീസ് അക്കോമഡേഷൻ പറ്റത്തില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഈ ഫ്രീ ഹോൾഡ് ഉള്ള ആൾക്ക് വന്ന് പ്രോപ്പർട്ടി എൻ്റെ നിന്ന് എടുത്തുകൊണ്ട് പോകാം. അങ്ങനെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കും പ്രശ്നമാണ്, എനിക്കും പ്രശ്നമാണ്. ആസ് എ ഫ്രീ ഹോൾഡ് പേഴ്സൺ എൻ്റെ കോൺട്രാക്ട് അപ്പോഴേ ബ്രീച്ച് ആവും, എനിക്ക് ആ പ്രോപ്പർട്ടി നഷ്ടപ്പെടും, നിങ്ങൾക്കും യു വിൽ എൻ്റെ കേസും കോടതിയും കാര്യങ്ങളൊക്കെ ആയി മാറിപ്പോകും. സോ മേക്ക് ഷുവർ, ഇമ്പോർട്ടൻറ്റ്, ലുക്ക് ഇൻ ടു ദിസ് ഫസ്റ്റ് തിങ്. ഇഫ് ഇറ്റ് ഇസ് എ ഫ്ലാറ്റ്, ഇമ്പോർട്ടൻറ്റ്. ഹൗസ് ആണെങ്കിൽ കുഴപ്പമില്ല, ഹൗസിനൊക്കെ ഓൾവേസ് ഇറ്റ്സ് വൺ ഓണർ. അത് ഫ്രീ ഹോൾഡും അങ്ങനെ ലീസ് ഹോൾഡിൻ്റെ എപ്പോഴും ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി തന്നെ ആയിരിക്കും. ഫ്ലാറ്റുകളാണ് എപ്പോഴും ഫ്രീ ഹോൾഡും ലീസ് ഹോൾഡിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടി വരാം. ഇനി HMOയിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ആർട്ടിക്കിൾ 4, അതേമാതിരി നമുക്ക് പ്ലാനിംഗ് പെർമിഷൻ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ആർട്ടിക്കിൾ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഏരിയകളിൽ ആർട്ടിക്കിൾ 4 എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും. അതായത് അവിടെ നമുക്ക് HMO ലൈസൻസ് പറ്റത്തില്ല, അവിടെ ചെയ്യാനും പറ്റില്ല. സോ ഓൺലി വേസ് നോർമലായിട്ട് നമുക്ക് ലെറ്റ് ഔട്ട് ചെയ്യാം പ്രോപ്പർട്ടി, അല്ലാതെ ഹൗസ് ഇൻ മൾട്ടിപ്പിൾ ഒക്കുപ്പൻസി പറ്റത്തില്ല ആ ഒരു ലൊക്കേഷൻസിൽ. അതേമാതിരി നമുക്ക് ചില ലൊക്കേഷനിൽ ചില ഏരിയയിൽ നമുക്ക് മോർ ദാൻ 10 people എന്നൊക്കെ ഉള്ള രീതിയിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ പ്രോപ്പർട്ടിയിൽ പ്ലാനിംഗ് പെർമിഷൻ്റെ ആവശ്യം വേണ്ടി വരും. സോ HMO ലൈസൻസ് അല്ല, പ്ലാനിംഗ് പെർമിഷനിലോട്ട് അത് പോകും. ബിക്കോസ് ദർ ഇസ് മോർ പീപ്പിൾ. പ്ലാനിംഗ് പെർമിഷൻ കുറച്ചും കൂടി ആൾക്കാരുള്ള പ്രോപ്പർട്ടി ആകുമ്പോഴാണ്. ഈ നോർമലി നമുക്ക് മോർ ദാൻ 10 people ഒക്കെ വരുമ്പോഴായിരിക്കും ചില സമയങ്ങളിൽ അത് വേണ്ടി വരാം. അതിനനുസരിച്ചിട്ട് ആ പ്രോപ്പർട്ടിയിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് HMOയ്ക്ക് വേണ്ടിയുള്ള സ്ക്വയർ ഫീറ്റ്, അതേമാതിരി തന്നെ പ്ലാനിംഗ് പെർമിഷൻ അത് കുറച്ചും കൂടി കൂടുതലായിരിക്കും. അത് ബേസ്ഡ് ഓൺ ദാറ്റ് അതെല്ലാം മീറ്റ് ചെയ്യണമെങ്കിലാണ് നിങ്ങൾക്ക് പ്ലാനിംഗ് പെർമിഷൻ കിട്ടുള്ളൂ. ഇനി ഡീൽ സോഴ്സിങ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കീവേഡ്സ് ഉണ്ട്. ഞാൻ അതിന് മുമ്പ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ വാട്ട് ഡീൽ സോഴ്സിങ് ഇസ്. ഡീൽ സോഴ്സിങ് ആണ് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി ഇഫ് യു ആർ സമ്മൺ ഹു ഇസ് ലുക്കിംഗ് ടു സ്റ്റാർട്ട് പ്രോപ്പർട്ടി ബിസിനസ്. കാരണം ദിസ് ഇസ് ദ ഓൺലി സ്ട്രാറ്റജി വെയർ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് £0 ഇൻവെസ്റ്റ്മെൻറ്റ്. സിമ്പിൾ ടേംസിൽ പറയാനായിട്ട് നാട്ടിലൊക്കെ നമ്മളൊരു പ്രോപ്പർട്ടി കണ്ടുപിടിച്ച് ഒരു ഇൻവെസ്റ്ററിനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ബ്രോക്കർ ഫീ കിട്ടും. ബ്രോക്കറായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ആ ബ്രോക്കർ ഫീ ആണ് സോഴ്സിങ് ഫീ എന്ന് പറയുന്നത്. ഇവിടെ UK ഒരു മിനിമം £3000 വരെ നമുക്ക് സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്, ഒരു 3000 ഡിപ്പെൻഡിങ് ഓൺ ദ ROI എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡിപ്പെൻഡിങ് ഓൺ ROI നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ വരും ആ എമൗണ്ടിൽ. സോഴ്സിങ് ഫീ അതിനാണ് പറയുന്നത്. സോ അങ്ങനെ ഒരു പ്രോപ്പർട്ടി കണ്ടുപിടിച്ച് ഒരു ഇൻവെസ്റ്ററിന് കൊടുക്കുന്നതിനാണ് ഡീൽ സോഴ്സിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ പല സ്ട്രാറ്റജികൾ യൂസ് ചെയ്യാം. SA ആയിട്ട് നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി കണ്ടുപിടിച്ച് ഒരു ഇൻവെസ്റ്ററിനെ കൊടുക്കാം, അല്ലെങ്കിൽ HMO ആയിട്ട് നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി കണ്ടുപിടിച്ച് ആ ഇൻവെസ്റ്ററിനെ കൊടുക്കാം, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ദ ഇൻവെസ്റ്റർ വാണ്ട്സ്. അതാണ് ഡീൽ സോഴ്സിങ്. ഇനി ഡീൽ സോഴ്സിങ്ങിൻ്റെ അകത്ത് കുറേ ടേംസ് ഉള്ളതിൽ DD പാക്ക് ഉണ്ട്, അതേമാതിരി കോ സോഴ്സിങ് ഉണ്ട്. ഈ DD പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻവെസ്റ്ററിൻ്റെ അടുത്തോട്ട് പോകുമ്പം വി നീഡ് ടു ഹാവ് പ്രോപ്പർ ഡോക്യുമെൻറ്റ് ഓഫ് വൈ ദാറ്റ് പ്രോപ്പർട്ടി വിൽ വർക്ക്. അതിനുവേണ്ടി നമ്മളൊരു PDF ഡോക്യുമെൻ്റ് മാതിരി ഉണ്ടാക്കും. ആ PDF ഡോക്യുമെൻറ്റിൽ നമ്മൾ കണ്ടുപിടിച്ച റിസർച്ച് നമ്പേഴ്സ് ബേസ് ചെയ്തിട്ട് എത്ര എമൗണ്ട് ഓഫ് മണി ക്യാൻ ബി ജനറേറ്റഡ് ഫ്രം ദാറ്റ് വൺ പ്രോപ്പർട്ടി ആൻഡ് എത്ര സമയം എടുക്കും ആ പ്രോപ്പർട്ടിയിൽ ഇടുന്ന പൈസ. അതായത് നിങ്ങളൊരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നിങ്ങളൊരു £10,000 ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ 10,000 ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര സമയം അല്ലെങ്കിൽ എത്ര മാസം എടുക്കും തിരിച്ച് റിട്ടേൺ വരാൻ. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ROI എന്ന് പറയുന്നത്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ദ ലെസർ ടൈം ദ ROI ടേക്സ് ദാറ്റ് മച്ച് ബെറ്റർ. ഇപ്പം 4 മാസം കൊണ്ട് നിങ്ങൾ പ്രോപ്പർട്ടി നിങ്ങൾ ഇടുന്ന പൈസ തിരിച്ച് വരികയാണെങ്കിൽ
അടിപൊളി ROI ആണ്. പക്ഷേ നോർമലി നമ്മൾ നോക്കുന്ന ഒരു പ്രോപ്പർട്ടി ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നത് ഒരു 1 ഇയർ 1.2 എന്നുള്ള രീതിയിൽ വരുന്ന ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ, അതായത് 1.2-നകത്ത് ROI, അതായത് ഇടുന്ന പൈസ തിരിച്ച് റിട്ടേൺ വരാണെങ്കിൽ ഇറ്റ്സ് കൺസിഡർ എ ഗുഡ് ഡീൽ. അതിനേക്കാൾ ആ ടൈമിലാണ് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് റേറ്റ് 3,000 വരുന്നത്. ലെറ്റ്സ് ഒരു പ്രോപ്പർട്ടി വിത്തിൻ 4 months നിങ്ങൾ ഇടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് വരികയാണെങ്കിൽ നിങ്ങൾ ആ പറയുന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് സോഴ്സിംഗ് ഫീ നിങ്ങൾക്ക് ഹയർ ചാർജ് ചെയ്യാം. ഫ്രം 3 വരെ നിങ്ങൾക്ക് 4,000 5,000 വേണമെങ്കിലും ചാർജ് ചെയ്യും. കാരണം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, ഒരു 4 എന്നുള്ള ചിലപ്പോൾ ഒരു 6 മാസമായിട്ട് മാറും. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് ഈസിയർ. അതാണ് ROI എന്ന് പറയുന്നത്. ഇതിൽ മിക്കവരും 10 മാസം എടുക്കുന്നു അല്ലെങ്കിൽ ഒരു 1.2 ഇയർ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ദേ ഹാവ് എ കൺസേൺ. സോറി, ഈ പറയുന്ന ഒരു കൺസേൺ കുറേ പേർക്കുണ്ട്. ബട്ട് ദാറ്റ്സ് എ ഗുഡ് സൈൻ. ഇറ്റ്സ് എ നോർമൽ തിങ്. കാരണം ഒരു ഇൻവെസ്റ്ററിൻ്റെ സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്കും ആ ഇൻവെസ്റ്ററിന് എന്താണ് ആവശ്യം എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം. ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ROI എന്ന് പറയുന്നത് ഒരു 1.2 ഇയേഴ്സ് 1.3 ഒക്കെ വരുന്നത് 70-75% ROI ആണ്, വിച്ച് ഇസ് എ ഗുഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം വേറെ ഒരു ബിസിനസ്സും വാട്ട് എവർ ബിസിനസ് യു ഗോ ഫോർ അത്രയും ടൈമിന് മുമ്പ് പൈസ തിരിച്ചു വരുന്നത് വളരെ കുറവാണ്. കാരണം അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ROI കിട്ടുന്ന ബിസിനസ്സുകളില്ല, വളരെ കുറവാണ്. സോ ഇഫ് എ പ്രോപ്പർട്ടി ടേക്സ് 10 months or a year as well, that's okay. കാരണം നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി ഇൻവെസ്റ്ററിനെ കൊടുക്കാൻ നിങ്ങൾക്ക് 3,000 pound കിട്ടുകയാണ്. യു ആർ ഹാവിങ് നോ എക്സ്പെൻസ് അറ്റ് ഓൾ. ആൻഡ് ഇത് ചില സമയങ്ങളിൽ ഇൻവെസ്റ്റർ 2 രീതിയിൽ വരും. ഒരു ഇൻവെസ്റ്റർ വിൽ ടേക്ക് ദ പ്രോപ്പർട്ടി ആൻഡ് മാനേജ് ബൈ ഹിംസെൽഫ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മാനേജ് ചെയ്യാൻ പറയും. മോസ്റ്റ്ലി വരുന്നത്, കാരണം ഇൻവെസ്റ്റേഴ്സായിട്ട് വരുന്ന എല്ലാവർക്കും ഭയങ്കര നോളജ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും. സോ മോസ്റ്റ്ലി ദേ വിൽ വോണ്ട് അസ് ടു മാനേജ് ദ പ്രോപ്പർട്ടി. സോ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഗുണം? നിങ്ങളൊരു പ്രോപ്പർട്ടി ലാൻഡ് ലോഡ് അല്ലെങ്കിൽ ഏജൻറ്റ് അടുത്ത് പോയി സംസാരിച്ച് ആ പ്രോപ്പർട്ടി കണ്ടുപിടിച്ച് നിങ്ങൾ ഒരു ഇൻവെസ്റ്ററിന് കൊടുക്കുകയാണ്. ആൻഡ് യു ഗെറ്റ് 3,000 pound. നിങ്ങളിൽ നിന്ന് എന്താ ചിലവ് വന്നോ? ഒന്നും വന്നിട്ടില്ല. 3,000 pound നിങ്ങൾക്ക് കിട്ടി. ആഫ്റ്റർ ദിസ് എവറി മന്ത് യു ആർ മാനേജിങ് ദ പ്രോപ്പർട്ടി. സോ യു ഗെറ്റ് എ മാനേജ്മെൻറ്റ് ഫീ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, മാനേജ്മെൻറ്റ് ഫീ ഒരു 10-15% ഉണ്ടാവുക. അപ്പം ലെറ്റ്സ് ഒരു 10%, 1,000 pound ആണെങ്കിൽ ഒരു 10% ആണ് നിങ്ങൾ ചാർജ് ചെയ്യുന്ന മാനേജ്മെൻറ്റ് ഫീ ആണെങ്കിൽ 100 pound യു വിൽ മേക്ക് ഫ്രം 1 പ്രോപ്പർട്ടി. എന്താ കോസ്റ്റ് നിങ്ങളെ നിന്ന് ഇറങ്ങിയത്? ഒന്നും ഇറങ്ങിയിട്ടില്ല. ആൻഡ് നൗ ലെറ്റ്സ് യു ഡിഡ് 3 property sourced, യു മേക്ക് 9,000 pound വിത്ത് എവറി മന്ത് ഒരു 100 pound വെച്ചാണെങ്കിലും 300 pound വെച്ച് കിട്ടും. എങ്ങനെ പോയാലും റഫ്ലി യു വിൽ മേക്ക് ഒരു 300 pound വെച്ച് അല്ലെങ്കിൽ 250 pound വെച്ചെങ്കിലും മിനിമം ഒരു പ്രോപ്പർട്ടിന്ന് കിട്ടണം. സോ ദാറ്റ് ഈസ് ലൈക്ക് 250 ഫ്രം 3 properties, 750 pound. സോ ഇനി ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇൻവെസ്റ്ററിൻ്റെ കൊടുക്കാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കണമെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. കാരണം നിങ്ങൾക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇറക്കാനുള്ള ഫണ്ടും കാര്യങ്ങളും, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇറക്കാനുള്ള ഫണ്ടും കാര്യങ്ങളും നിങ്ങളിലുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഗോ ഫോർ ഇറ്റ്. കാരണം 10 മാസം കൊണ്ട് നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു വരും. ആൻഡ് നിങ്ങളെ ROI വിൽ ബി ഈവൻ ഹയർ. കാരണം എന്താ? നിങ്ങൾക്ക് സോഴ്സിംഗ് ഫീ ഇല്ല. ആസ് എൻ ഇൻവെസ്റ്റർ ഹി ഹാസ് സോഴ്സിംഗ് ഫീ വിച്ച് ഇസ് 3,000 എക്സ്ട്രാ. നിങ്ങൾക്ക് ആ 3,000 കുറവായിരിക്കും വെൻ യു ആർ ടേക്കിംഗ് ദ പ്രോപ്പർട്ടി. സോ ദാറ്റ് വേ യുവർ ROI വിൽ ബി ഈവൻ ഹയർ. കാരണം നിങ്ങൾക്ക് ആ ഒരു ഇൻവെസ്റ്ററിന് 10 മാസമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു 8 or 9 months ചിലപ്പോൾ തിരിച്ച് കിട്ടിയിരിക്കും. കാരണം ആ 3,000 pound അവിടെ കുറവാണ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട്. ഇനിയുള്ളത് കോ-സോഴ്സിംഗ് ഈസ് വെൻ 2 people ആർ ഇൻവോൾവ് ഇൻ ബിറ്റ്വീൻ. അതായത് ലെറ്റ്സ് സേ ബ്രോന് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാതെ പക്ഷേ ഇൻവെസ്റ്റർ ഒരു നെറ്റ്വർക്കും ഇല്ല. സോ യു ഗോ ടു someone else who has a network, you tell them ബ്രോ എനിക്ക് പ്രോപ്പർട്ടി ഉണ്ട്, നിങ്ങൾ എനിക്കൊരു ഇൻവെസ്റ്ററിനെ കണ്ടുപിടിച്ചു. സോ യു ബോത്ത് ടുഗദർ ഡു വാട്ട്? കോ-സോഴ്സ് ചെയ്യും. അതായത് ഇപ്പം 3,000 pound വരെയാണെങ്കിൽ യു സ്പ്ലിറ്റ് ദ എമൗണ്ട്. സോ 1,500 ഫോർ യു, 1,500 ഫോർ ദ അതർ പേഴ്സൺ. ദാറ്റ്സ് കോൾഡ് കോ-സോഴ്സിംഗ്. ഇനി ഫൈനൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ആർ ഗോയിങ് ടു മാനേജ് ദ പ്രോപ്പർട്ടി ഫോർ ദ ഇൻവെസ്റ്റർ ഓർ ഫോർ യുവർ സെൽഫ്, നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ആ ലൊക്കാലിറ്റിയിലുള്ള ഒരു പവർ ടീം ഉണ്ടാവണം. പവർ ടീം എന്ന് പറയുന്നത് ഈസ് യുവർ ക്ലീനേഴ്സ്, ഈസ് യുവർ ഹാൻഡിമാൻ, മെയിൻ്റെനൻസ് ടീം. ഇവരെല്ലാം അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനാണ് പവർ ടീം എന്ന് പറയുന്നത്. യു ഷുഡ് ഹാവ് എ പവർ ടീം. ആൻഡ് ഓരോ ലൊക്കേഷനിലും അറ്റ്ലീസ്റ്റ് 3 കോൺടാക്ട് ഓഫ് ഈച്ച്. അതായത് 3 കോൺടാക്ട് ഓഫ് ക്ലീനേഴ്സ്, 3 കോൺടാക്ട് ഓഫ് ഹാൻഡിമാൻ, 3 കോൺടാക്ട് ഓഫ് മെയിൻ്റെനൻസ് പീപ്പിൾ ആ പെർട്ടിക്കുലർ ലൊക്കാലിറ്റി. അതായത് ഒരാളെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ആളെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടിയിരിക്കണം. ഓൺ പോയിന്റ് അവിടെ വന്ന് സോർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിവ്യൂസ് ആണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂസ് ഇല്ലാതെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുള്ളൂ. ആൻഡ് ഓൾസോ ഒരു കാര്യം വിട്ടുപോയത്, ഇൻ സർവീസ് അക്കോമഡേഷൻ, അതായത് Airbnb ചെയ്യുമ്പോഴത്തേക്കും ക്ലീനേഴ്സിന് നിങ്ങളുടെ കയ്യിൽ നിന്നല്ല നിങ്ങൾ പൈസ ഇടുന്നത്. നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഒരു ബുക്കിങ്ങിൻ്റെ കൂടെ നിങ്ങളൊരു ക്ലീനിങ് ഫീ അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യും. ആൻഡ് ദാറ്റ് മീൻസ് ഒരു ഗസ്റ്റാണ് ക്ലീനേഴ്സിന് അവരെ ഫീ കൊടുക്കുന്നത്, നോട്ട് യു. സോ ഫ്രം യുവർ പോക്കറ്റ് ഒന്നും പോകുന്നില്ല. പ്ലസ് ഹാൻഡിമാൻ ഓർ എനി കൈൻഡ് ഓഫ് മെയിൻ്റെനൻസ് വരുന്നതാണെങ്കിലും വിച്ച് ഇസ് കോസ്ഡ് ബൈ ദ ഗസ്റ്റ്, അവർ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തരുന്നുണ്ടാവും, അതിൽ നിന്നായിരിക്കും ഡിഡക്റ്റ് ആവുന്നത്. സോ ആക്ച്വലി സ്പീക്കിംഗ് നത്തിങ് ഇസ് കമ്മിങ് ഔട്ട് ഓഫ് യുവർ പോക്കറ്റ്. സോ ദാറ്റ്സ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ഹാവിങ് എ പവർ ടീം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. നമുക്ക് കുറച്ച് വ്യൂയിങ് കാര്യങ്ങളുണ്ടായിരുന്നു. സോ അത് പോണതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഐ ഹോപ്പ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ എല്ലാവർക്കും ഒരു പ്രോപ്പർട്ടി ബിസിനസ് തുടങ്ങാനായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി ഈ പറയുന്ന ടേംസും കാര്യങ്ങളെ പറ്റി കൂടുതൽ ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇഫ് യു ഗൈസ് ആർ ലുക്കിംഗ് ടു ഗെറ്റ് മോർ into property business and want to learn more, subscribe and follow along. ഞാൻ ഇനിയും ഇങ്ങനത്തെ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓൾസോ നിങ്ങൾക്ക് ഫർദർ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനായിട്ടൊരു കോൾ ബുക്ക് ചെയ്യണമെങ്കിൽ ഐ ഹാവ് പുട്ട് മൈ കലണ്ടർ ലിങ്ക് ബിലോ. നിങ്ങൾക്ക് അതിൽ കയറി ഞാനായിട്ടൊരു കോൾ ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേഴ്സണലായിട്ട് DM ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തിട്ടുണ്ട്.
So I'll see you guys around.